നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര മറ്റക്കുഴി കല്യാണി എന്ന് പറയുന്ന 3 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞു കൊന്ന സംഭവം കേരള ജനതയെ ഞെട്ടിച്ചിരുന്നു. ആ സംഭവത്തിൻ്റെ പിന്നീടുള്ള കഥകൾ പുറത്തു വരാതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും താൻ മാനസിക രോഗിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് സന്ധ്യ മുന്നോട്ട് പോകുന്നത്. തന്നെ നേരത്തെ ചികിത്സിച്ച ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും അതേപോലെ നേരത്തെ കഴിച്ചിരുന്ന മരുന്നുകളുമൊക്കെ മാനസിക രോഗത്തിന് ഉള്ളതായിരുന്നു എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസിൽ സബ്മിറ്റ് ചെയ്ത് താൻ മാനസിക രോഗിയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു ഒളിച്ചുകളി നടത്തുന്ന രീതിയിലാണ് സന്ധ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം റെക്കോർഡുകൾ കയ്യിലുള്ളത് കൊണ്ട് തന്നെ തീരെ ചെറിയ ശിക്ഷ വാങ്ങി ജയിലിൽ നിന്ന് മോചിതയാകാനുള്ള എല്ലാ സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി 36 വയസ്സുള്ള പിതൃ സഹോദരനായി ആണ് കുടുങ്ങിയത്. ഒടുവിൽ കുറ്റം സമ്മതിച്ച് താൻ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പോലീസിന്റെ കൃത്യമായ ഇടപെടൽ കാരണം 16 വയസ്സുള്ള താൻ തന്നെയാണ് ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നത് എന്ന് സമ്മതിപ്പിക്കാനും പോലീസിന് കഴിഞ്ഞു എന്നത് ഈ കേസിലെ വലിയൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. തൻ്റെ പിതാവ് മരണപ്പെടുകയും പിതാവിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം കൂടി ആ ചെറുപ്പക്കാരന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ തന്നെ താൻ ഇങ്ങോട്ട് വരേണ്ടതില്ല, ഈ പിതൃകർമ്മങ്ങൾ ചെയ്യാനായി താൻ വരേണ്ടതില്ല എന്ന് അറിയിക്കാനായി പോലീസിനെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചുവെങ്കിലും അതിന് സാധ്യമായില്ല. നാട്ടുകാർ തന്നെ അദ്ദേഹത്തിന് എതിരായിരുന്നു. തെളിവെടുക്കുന്ന സമയത്ത് തന്നെ അത് വ്യക്തമായിരുന്നു. ആക്രമിക്കാനുള്ള ധാരാളം ആളുകൾ അവിടെ അദ്ദേഹത്തിന് എതിരെ സജീവമായി നിൽപ്പുണ്ടായിരുന്നു. പിതൃകർമ്മം ചെയ്യാനായി വരുമ്പോഴും അത് പോലീസിന് വലിയ തലവേദനയായി മാറും എന്നതുകൊണ്ട് തന്നെ പോലീസും അത് പ്രോത്സാഹിപ്പിച്ചില്ല. എന്നാൽ ഈ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുവന്നത് സുഭാഷ് ആയിരുന്നു. അതേപോലെ തന്നെ സുഭാഷ് 2 വീട്ടിലേക്കുള്ള ആ സാധനങ്ങളും ഒക്കെ വാങ്ങി നൽകുകയും കുട്ടികൾക്കുള്ള സാധനം വാങ്ങി നൽകുകയും LED TV അവർക്കായി നൽകുകയും ഒക്കെ ചെയ്ത് ദിവസേന ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, മദ്യപിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് പെട്ടെന്ന് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കുറ്റത്തിന് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും പോക്സോ പ്രകാരമുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം അദ്ദേഹത്തിന് കിട്ടുകയില്ല, നേരെ ജയിലിലേക്ക് പോവുകയാണ് ചെയ്യാനുള്ളത്. ഏതായാലും പിതാവിൻ്റെ ബോഡി ഒന്ന് കാണുവാനോ പിതാവിൻ്റെ കർമ്മങ്ങൾ ചെയ്യുവാനോ ഉള്ള അവസരം കൂടി നിഷേധിക്കപ്പെട്ടു. ഈ കാലം പുരോഗമിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയുമെങ്കിലും ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളാകും എന്ന് ആയിരിക്കും നമ്മളൊരു ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പറയുന്നത്. യാതൊരു ദുശീലവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു കേസിൽ പെട്ടെന്ന് കുടുങ്ങുകയായിരുന്നു. എന്തായാലും ഈ കേസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.